പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാര്, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവര്, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവര്, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവര്, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവര്, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പ സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വാഗ്ദാന നാട്ടിലേക്ക് ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ കൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളാണ് ഓരോ ദിവസവും പറഞ്ഞത്. ആദ്യ ദിവസം പറഞ്ഞത് ചെങ്കടൽ, രണ്ടാം ദിവസം പറഞ്ഞത് മരുഭൂമി, മൂന്നാം ദിവസം പറയാൻ പോണത് ജോർദാൻ. ജോർദാൻ കടക്കുന്നതിന് ഒരു ന്യായമുണ്ട്, ഒരു ആത്മീയമായ ഒരു അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പ്രക്രിയയാണ്. അതെല്ലാം അതിലൂടെ എല്ലാം ദൈവ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ യോഗ്യത പ്രാപിക്കാനാണിത് പറയുന്നതിൻ്റെ കാരണം. അല്ലാതെ നാടകത്തിൻ്റെ ഓരോ സീന് പോലെ അവതരിപ്പിക്കുകയല്ല ഇത്. ഇത് വാഗ്ദാനം പ്രാപിക്കാൻ യോഗ്യത നേടാൻ വേണ്ടി ഒന്നാണ് മൂന്നാമതാണ് ജോർദാൻ. ജോർദാൻ എന്താണ് ചെയ്യേണ്ടത്? ജോർദാൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? അടുത്ത് ജോഷി 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ കർത്താവിനെ തന്നെയാണ് സേവിക്കണതെന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ ഉറപ്പ് വരുത്തണം. പലപ്പോഴും നമുക്ക് തോന്നുന്നത് കർത്താവിനെ സേവിക്കുന്നത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ പണ്ട് ഞാൻ കാട്ടൂർ പള്ളി ഇരിക്കുകയാണ്. കാരണം അച്ഛൻ നോക്കിയെങ്കിൽ അധ്യയനഗുരുക്കന്മാർ പൊടിക്കൈ പറഞ്ഞ പോലെ പൊടിക്കൈ പറയണല്ല, എൻ്റെ കണ്ണു തള്ളിപ്പോയൊരു. ഇപ്പം ഞാനിങ്ങനെ റോഡിൽ ഇരിക്കുകയാണ്, അത് കൊച്ചച്ഛനാണ്, 87. ഇപ്പോൾ ഒരു വല്യമ്മയുടെ മാല പോയി. ഇപ്പോൾ മാല പോയപ്പോൾ ഈ വല്യമ്മ അന്തൂരി സൂര്യാളൻ്റെ അടുത്ത്, ഇപ്പം ഞങ്ങളുടെ അവിടെ ഈ ക്രിസ്തുരാജ സന്നിധി എന്നും സംഭവം ഉണ്ട്. അവിടെ ഈ കർത്താവ് ക്രിസ്തുരാജൻ്റെ രൂപം കുരിശെടുത്ത് സംഗീതമാണത്. അപ്പം അവിടെ വന്ന് വലിയ പ്രാർത്ഥിച്ചിട്ട് തിരിയുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരുടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛ 2.25 പവൻ്റെ മാലയാണ് പോയത്. അപ്പം ഇവർ വേറെ എവിടെയോ ഈ തെളിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഇവർ ചെല്ലുമ്പോൾ തെളിപ്പിക്കാൻ ആളവിടെ ഉണ്ടാകണമെന്ന്. ഇങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ആരും മേനി നടിക്കുകയും ഞെളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ആഭിചാരം കൊടുകുത്തിമൂത്ത ആഭിചാരം ഏതാണ് വിശ്വാസം ഏതാണ് അറിയാൻ പാടില്ല ഒരു കാലം ഉണ്ടായിരുന്നത്. എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുകയില്ല, എന്നാലും ഒരു അഴക്ക് ഇത്രയും ജന്മങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്, നമ്മളെ ഇതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് നേടിയെടുത്തതിനേക്കാളും വലിയ പ്രാധാന്യം നേരത്തെ നമ്മൾ കൊടുത്ത പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾക്ക് കൊടുക്കും നമ്മൾ. അതാണ് പറഞ്ഞത്, അതാണ് നേടിയെടുത്ത വാഗ്ദാന നാടല്ലേ. ആ വാഗ്ദാന നാടിനെ കുറിച്ച് കിണിയാമണി അറിയാൻ പാടില്ലാത്തവൻ ജോർദാൻ്റെ അക്കരെ പണ്ടുണ്ടായിരുന്ന വിഗ്രഹാരാധന ഫോളോ ചെയ്യണം. അവൻ പണ്ടത്തെ പോലെ ജോഷുവൊക്കെ വിറഞ്ഞിട്ട് പറഞ്ഞ് ഇത് രണ്ടും കൂടി നടക്കത്തില്ല, നിങ്ങൾ ജോർദാൻ്റെ അക്കരെ നിന്നാൽ മതി, നദിക്ക് അക്കരെയുള്ള ആൾക്കാർ നിങ്ങളുടെ പിതാക്കന്മാർ എന്നാ ചെയ്ത ഒരു പ്രശ്നവുമില്ല. ഇതിനു വേണ്ടിയുള്ള ഈ വാഗ്ദാന നാട് അതിനു വേണ്ടിയുള്ള അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കട്ടനയുടെ നിലപാടെടുക്കണം.
കട്ടൻ നിലപാടെടുക്കണം. ദൈവത്തിനെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. അത് ഈശോ വന്നപ്പോഴും ആ വാഗ്ദാന ആ കട്ടൻ്റെ നിലപാടുകൾ വരുന്നുണ്ട്. ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ല. അപ്പം സാത്താന്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും, എല്ലാ വിഷയങ്ങളും, സമീപനങ്ങൾ, ചെയ്തികൾ, ചെയ്യുന്ന രീതികൾ എല്ലാം ഉപേക്ഷിക്കണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് മകന് 16 കൊല്ലം മുമ്പ് അവനൊരു ലോൺ എടുത്തപ്പോൾ അപ്പനിടയ്ക്ക് എന്ന് വീട് വെക്കാനുള്ള ഇത് എഴുതി മേടിച്ചായിരുന്നു. 10 സെൻറ്റാ മറ്റേ എഴുതി മേടിച്ചായിരുന്നു. ഇപ്പം അപ്പന് ഓർമ്മയൊക്കെ പോയി. അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ ഇപ്പോൾ ഈ വിൽപ്പത്രമൊക്കെ എഴുതി വെച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. എല്ലാവർക്കും 4 മക്കൾക്കും തുല്യമായിട്ട് എഴുതി വെച്ചു. അതിലാരങ്ങനെ ആരൊന്നും പറഞ്ഞില്ല ചേട്ടാ. പക്ഷേ ഈ ആ അനിയന്മാരൊക്കെ വലിയ അവർക്കൊക്കെ ഒരു നിലപാടൊക്കെ ഉള്ളതുകൊണ്ട് അവരത് കണക്ക് അപ്പൻ ചെയ്തതല്ലേ, അപ്പൻ്റെ സ്വത്ത് ആ രീതി കണ്ട്. പക്ഷെ എന്നാലും ചേട്ടായിക്ക് പറയാൻ വരുന്നു എന്താണ്, അപ്പോൾ എനിക്ക് 10 സെൻറ്റ് അപ്പം നേരത്തെ തന്നിട്ടുള്ളതാണ്, ബാക്കി എനിക്ക് തന്നാൽ മതിയെന്ന് ഇയാൾ പറയത്തില്ല. ഉടമ്പടിയിലാണ് 8 പുതുക്കിയാണെന്നൊക്കെ പറഞ്ഞാലും ഈ അണ്ണം പറയത്തില്ല. അതെന്താണ്, ഈ പഴയ വഞ്ചനയും ചതിയും പറ്റിപ്പും ആ വിഗ്രഹം ഇപ്പോൾ ഇയാളുടെ കയ്യിലുണ്ട്. ഇതും കൊണ്ട് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, ദൈവാനുഗ്രഹം പ്രവേശിക്കാൻ പറ്റത്തില്ല. ഞാൻ ജോഷുവ പറയണത് നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്വഭാവമാണിത്. കള്ളത്തരവും വഞ്ചനയും ചതിയും മറ്റുള്ളവരുടെ സാധനം ഒപ്പിച്ചും പറ്റിച്ചും ഒക്കെ എടുക്കുക. അത് ഈ നദിക്ക് അക്കരെ മാറ്റണം. നിങ്ങൾ പോയാലൊരു കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷുവയുടെ ഏറ്റവും കട്ടൻ്റെ നിലപാടാണ്. ഇതൊരു നിലപാടാണ്. ഇത് നിലപാട് മുന്നോട്ട് പോകും തോറും നമ്മൾ വാഗ്ദാന നാടൻ്റെ പ്രാപിക്കുക മാത്രമല്ല, അവിടെ ജീവിക്കാൻ ദൈവം അനുവദിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പക്ഷെ കല്യാണം വിളിക്കാൻ ഇറങ്ങിയിട്ടാണെങ്കിലോ ഒരു വീട്ടിൽ പോലും ഒരാളില്ലാത്തതില്ല, എല്ലാവരും അവിടെ തന്നെയുണ്ട്. ഞങ്ങൾ കല്യാണം വിളിച്ചൊരു തടസ്സമില്ല. ഡ്രസ്സ് എടുക്കാൻ ചെന്നിട്ടാണെങ്കിലും ഞാൻ ഇത് തന്നെ പറഞ്ഞത്, അമ്മ എൻ്റെ മുമ്പേ ഇറങ്ങി അമ്മ എല്ലാം സാധിച്ചു. ഈ ജാനുവരി 21-ാം തീയതി എൻ്റെ മോളുടെ കല്യാണം അതിഗംഭീരമായിട്ട് അത്ര ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചത് കാനായിലെ കല്യാണ വിരുന്നിലെന്ന പോലെ ആ കൽഭരണികൾ നിറച്ചുകൊണ്ടായിരിക്കണം എൻ്റെ വീട്ടിലെ കല്യാണം നടക്കാനെന്ന്. അതുപോലെ തന്നെ കർത്താവ് എല്ലാ കൽഭരണികളും നിറച്ച് തുളുമ്പിയായിരുന്നു എൻ്റെ മോളുടെ കല്യാണം നടന്നത്. ഒരു വലിയവൻ്റെ പാവപ്പെട്ടവൻ്റെ കല്യാണമല്ല, ഒരു വലിയ വീട്ടിലെ കല്യാണം. എൻ്റെ മോളിടുന്ന ഡ്രസ്സ് പോലും ആളുകൾ ചോദിക്കും അത് എത്ര രൂപയുടെ, താഴ്ന്ന ഡ്രസ്സാണ്, പക്ഷെ എന്നാൽ പോലും ചോദിക്കും എത്ര വില കൂടിയ ഡ്രസ്സാണ് ആയിട്ടിരിക്കുന്നതെന്ന്. അത്രക്ക് മഹത്വമായിരുന്നു എൻ്റെ അമ്മയുടെ ആ കല്യാണം. ഞാനല്ല ടെൻഷൻ എടുത്തത്, എൻ്റെ അമ്മയാണ് അവിടെ ടെൻഷൻ എടുത്തത്. ആ കല്യാണം നടത്താൻ വേണ്ടി അമ്മ അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു. പിന്നെ എൻ്റെ നഷ്ടപ്പെട്ട ജോലി ഞാൻ എങ്ങനെ അവിടെ കയറുമെന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേക്കുമാണ് അവരത് പുതിയ കമ്പനിക്കാരെ ഏറ്റെടുത്തു. അത് നോർത്ത് ഇന്ത്യൻ കമ്പനീസ്. ഒരിക്കലും അങ്ങോട്ട് തിരിച്ച് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നെ അവരവിടെ നിന്ന് വിളിക്കുക, തിരിച്ച് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കയറാമെന്ന് പറഞ്ഞു. 13 വർഷം ഞാൻ അവിടെ നിന്ന് ജോലി എടുത്തപ്പോൾ 5 പൈസ കമ്പനി നഷ്ടത്തിലോടിയോണ്ട് എനിക്ക് തിരിച്ച് ഒന്നും കിട്ടാണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്ന വ്യക്തിയാണ്. സാലറി ഒന്നും കൂട്ടിയിട്ടില്ല ഈ 13 വർഷം. 10,000 രൂപ സാലറിയിൽ പോകുന്ന ഞാൻ അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ എൻ്റെ അമ്മായിയമ്മക്ക് വേണ്ടി ചെയ്ത ത്യാഗമാണല്ലോ എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. 5 പൈസ വണ്ടിക്കാശ് എടുക്കുക. അപ്പോഴും ഞാൻ മാതാവിനോട് പറയും, മാതാവേ ഈ ചില്ലറ മാത്രം എൻ്റെ കയ്യിലുള്ളൂ, ഇതെൻ്റെ കയ്യിൽ നിന്ന് ബസ്സിൽ പോയാൽ ഞാൻ ആ ബസ്സുകാരനോട് കടം പറയണം. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെ ജോലിക്ക് അവരവിടെ വിളിക്കുന്നത്. ഞാൻ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഭാഗം നോർത്ത് ഇന്ത്യൻസ്. അവർക്ക് ഹിന്ദി 10ാം ക്ലാസ് പഠിച്ച് എനിക്ക് എന്ത് ഇംഗ്ലീഷും ഹിന്ദിയും അറിയാം, എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ഹിന്ദിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഷൗട്ട് ചെയ്ത് എന്തോ ഒരു ലീവിൻ്റെ പ്രശ്നത്തിൽ എന്നെ ഷൗട്ട് ചെയ്ത് നല്ലോണം. ഞാൻ സ്റ്റെപ്പ് ജോലി സ്ഥലത്ത് കയറുമ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നത്, മാതാവേ നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? ഇവരുടെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്കൊന്നും അറിയില്ല. ഇവരായിട്ട് ഞാൻ എങ്ങനെ യോജിച്ചു പോകാനാണ്? 13 വർഷം
നിർത്തിയെങ്കിൽ നിന്റെ ഇത് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടന്നത്. ആ 13 വർഷം നീ എന്നെ കാത്ത്. അപ്പൊ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ മാനേജ്മെന്റ് മാറി. പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ 2 ദിവസം കേൾക്കുമ്പോൾ കാണുന്നത് ആ മാനേജ്മെന്റേ പോയി. അവരെ ആ സ്ഥലത്തില്ല, എന്നെ ശാസിക്കാനോ എൻ്റെ പുറകെ നടക്കാൻ അവരില്ല. പിന്നെ പുതിയത് വരുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവർ വെച്ചിരിക്കുന്നത് മലയാളി, സെൻട്രൽ ഹെഡ് മലയാളി. എനിക്ക് എൻ്റെ സങ്കടങ്ങളും എല്ലാം അങ്ങനെ അവിടെ എനിക്കൊരു ഹാപ്പി. അതോ എൻ്റെ നഷ്ടപ്പെട്ട സാലറി എനിക്ക് പുതുക്കൊക്കെ കൊണ്ടാണ് എൻ്റെ മാതാവ് എന്നെ ജോലി സ്ഥലത്തോട്ട് കയറ്റിയത്. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവത്തിലൂടെയാണ് മാതാവ് എന്നെ നടത്തിയത്. അപ്പം വളരെയധികം സന്തോഷത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് ഇറങ്ങിപ്പോയേക്കണതാ. ആ മനസ്സിലെ നീറ്റൽ മാറ്റി വെച്ചിട്ടാണ് എൻ്റെ മാതാവ് എൻ്റെ വീട്ടിൽ നിന്ന്. എന്നും ഞാൻ പോകുമ്പോൾ ആ ഉപ്പെൻ്റെ ഭർത്താവിൻ്റെ വായിൽ വെച്ചു കൊടുത്തിട്ടേ ഞാൻ ജോലിക്ക് വിടാറുള്ളൂ. എന്നും ആ മനുഷ്യൻ കിടക്കുമ്പോൾ ഞാൻ ആ തൈലം അത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ശരീരം മൊത്തം ഞാൻ തേച്ചിട്ടേ ഞാൻ കിടത്താറുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ 10-25 വർഷമായി എൻ്റെ മൈഗ്രെയിൻ, ഞാൻ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്താലേ ആ മൈഗ്രെയിൻ മാറുള്ളൂ. ഡോക്ടർ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇഞ്ചക്ഷൻ്റെ പകരമുള്ള മെഡിസിൻ എനിക്ക് പേഴ്സിലിട്ട് തന്നേക്കാം. എപ്പോൾ ഈ മൈഗ്രെയിൻ വന്നാലും അപ്പം ആ ഇഞ്ചക്ഷന് പകരമുള്ള ടാബ്ലറ്റ് കഴിച്ചിരിക്കണം എന്നുള്ളത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഈ സെക്കൻഡ് വരെ എനിക്ക് ആ മൈഗ്രെയിൻ ഒരു 5-6 മാസത്തിന് മുമ്പ് ഞാൻ ആ മെഡിസിനെ എൻ്റെ പേഴ്സിൽ നിന്ന് കളഞ്ഞു. സ്പോണ്ടലൈസിസ്, എൻ്റെ മോളുടെ കല്യാണം, ഈ സ്പോണ്ടലൈസിസ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഈ കല്യാണം കഴിഞ്ഞാലേ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്ന് കരുതിയ ഒരു കല്യാണ വീട്ടിൽ എന്തെല്ലാം തിരക്കുകളും എന്തെല്ലാം ജോലികളുള്ള ഇപ്പോഴും ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ. എൻ്റെ ഈ വേദനകൾ എങ്ങോട്ട് അമ്മ എടുത്തിട്ട് പോയെന്ന് എനിക്കറിയില്ല അത്രക്ക്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ ഫസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 ആയുള്ളൂ. അപ്പോൾ അച്ഛൻ പറയാം, നിങ്ങൾക്ക് പ്രാർത്ഥനയല്ല വേണ്ടത്, നിങ്ങൾ കാരുണ്യ പ്രവർത്തനമാണ് ചെയ്യേണ്ടതെന്ന്. ജോസഫ് അച്ഛൻ ഒത്തിരി എന്നെ ആ ഇതിലൂടെ ഞാൻ ഇപ്പം വരെ അത് മുടക്കിയിട്ടില്ലേ. എനിക്ക് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ മാത്രമേ ഈ തിരക്കിലും എനിക്ക് കൂടാനുള്ളൂ. ബാക്കി എല്ലാം ഞാൻ ജോലിക്ക് പോണ സമയത്താണേലും അവിടെ വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാം പകുതി കേട്ട് 3 ദിവസത്തിനുള്ളിൽ ഞാനത് തീർക്കും. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട് ജോസഫ് അച്ഛൻ്റെ ആ ഒരു ധ്യാനത്തിൽ നിന്ന്. അപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ ആ ധ്യാനം അവിടെ നിർത്തി വെച്ച് ഞാൻ ഓടി ഒരു കൗൺസിലർ എടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കാൻ തയ്യാറാണ്. അന്ന് എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, ഞാൻ വീട്ടിലിരിക്കുക. അപ്പോഴത്തേക്കും അവരെന്നെ ഒരു വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഞാൻ ചെല്ലണ വീടെന്ന് വെച്ചെന്നാൽ ഒരു അപ്പനും അമ്മയും മാത്രമുള്ള വീട്, 2 മക്കളുണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഒരവസ്ഥയിൽ ഇവരൊറ്റപ്പെട്ട് കിടക്കുക. ആ അമ്മയുടെ ഒരു വശത്തെ കാലങ്ങ് തളർന്നു, ഒരു കയ്യും തളർന്ന് പ്രഷർ അടിച്ചിട്ട്. അപ്പച്ചനെ ഞാൻ നോക്കുമ്പോൾ 2 കണ്ണും ചൊവ്വേന്നേരം കണ്ടുകൂടാ, ചെവിയും കേട്ടുകൂടാ. അങ്ങനത്തെ ഒരു അപ്പച്ചൻ. തുടക്കാറേ ഉള്ളൂ ഈ അമ്മച്ചിനെ, കുളിപ്പിക്കാറില്ല. പിന്നെ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അകലത്തുനിന്ന് വാങ്ങിച്ചിട്ട് വേണം ഈ അമ്മക്ക് കൊടുക്കാനായിട്ട്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തിവരെ ഞാൻ ഇന്ന് വരെ അവർക്കുള്ള രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഭക്ഷണവും ഒരുക്കലായി എൻ്റെ ജോലി. അവർ തന്നെ എന്നോട് ചോദിക്കും, മോളെ എത്ര രസകരമായിട്ടാണ് നീ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. വേറൊന്നുമല്ല, മാതാവിൻ്റെ കൈ അവിടെ പ്രവർത്തിക്കുക. കഴിച്ച് ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ പോലും അത്ര രുചിയാണ്. അവരും മാതാവിൻ്റെ, അവർ ക്രിസ്ത്യൻ കുടുംബമാണ്, അവരും മാതാവിൻ്റെ ഒരു വ്യക്തിയാണ്. അവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെ ഞാൻ കുളിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അവരുടെ വസ്ത്രങ്ങൾ, ഇന്നലെയും ഞാൻ അവരുടെ വസ്ത്രങ്ങൾ അലക്കിയിട്ടിട്ടാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകുന്നത്. ഇതിപ്പോൾ 1-1.5 കൊല്ലമായിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ പിന്നെ അവരിപ്പോൾ നടക്കാൻ തുടങ്ങി. അതാണ് അതിലേറെ അത്ഭുതം. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം മോളെ എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നെന്ന്. അവരിപ്പോൾ പതുക്കെ നടക്കാൻ തുടങ്ങി. ഞാൻ അവരെ നടത്തിക്കാൻ തുടങ്ങി. ചെല്ലുമ്പോഴൊക്കെ ഞാൻ അവരെ പിടിച്ച് നടത്തിക്കും. അവരെ നടത്തിക്കാൻ ആ അപ്പച്ചന് പറ്റില്ല. അപ്പച്ചൻ ഭയങ്കര അശുവാണ്, അയാൾക്ക് അത്രയുള്ള ആരോഗ്യമില്ല. ഞാൻ നടത്തിച്ചു. ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഈ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തനം എന്താണെന്നുള്ളത്. അവർ നടക്കാൻ തുടങ്ങി. അവരെല്ലാം ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് പോയി കുളിപ്പിച്ചു കൊടുക്കും. ജോലിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. എപ്പോഴും ഞാൻ അവരെ കുളിപ്പിച്ചു. അവർ പറയും, ഇപ്പോഴാണ് എൻ്റെ മേത്ത് വെള്ളം വീഴാൻ തുടങ്ങിയ മോളെ, അപ്പച്ചൻ എന്നെ തുടക്കും, കണ്ണ് കാണില്ല, അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ചെയ്യുന്ന ഭക്ഷണപ്പൊതി കൊടുക്കലെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് പത്രത്തോടൊപ്പം തന്നെ ഞാൻ ആസ്പത്രികളിൽ അപ്പം ഞാനെടുത്ത ഒരു 3-4 പൊതിച്ചോറുണ്ടാകും. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പരിസരവാസികളോട് എല്ലാവരോടും ഞാൻ പറയും, എനിക്ക് നാളത്തേക്ക് ഒരു പൊതി ചോറ് തന്നെ. അവരെല്ലാം
എല്ലാം സന്തോഷത്തോടെ എന്നെ അവർക്കെല്ലാം എന്നെ അറിയാം, ഞാൻ ദൈവത്തിലോട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്ന് എൻ്റെ വിശ്വാസം. അവരങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരെല്ലാം പൊതിച്ചോറ് രാവിലെ തന്നെ റെഡിയാക്കി വെക്കും. ഞാനും എൻ്റെ മോളും കൂടെ, എൻ്റെ മോളും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവളും എടുത്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലം അടുക്കയാകാറായി. അപ്പോൾ അവളും ഞാനും കൂടെ വണ്ടിക്ക് കൊണ്ടുപോയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ഭക്ഷണപ്പൊതിയും ഈ പത്രവും കൂടിയാണ് ഞാനും അവളും കൂടെ കൊടുക്കണം. അങ്ങനെ പല പ്രാവശ്യം. പിന്നെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് തലേ ദിവസം ഒരു അനാഥാലയത്തിൽ ഞാൻ 100 മക്കൾക്ക് ഫുഡ് ഇവിടെ എൻഗേജ്മെന്റ് നടത്തി മറ്റുള്ളവർ വിശപ്പടക്കുമ്പോൾ അവരും കഴിച്ച് തൃപ്തിയാടണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ കല്യാണത്തിന് ഞാൻ ചെയ്തു. കല്യാണത്തിന്റെ തലേന്ന് ഈ 100 അനാഥ മക്കൾക്ക്, കുഞ്ഞുങ്ങൾ ഇപ്പൊ പ്രസവിച്ച മക്കൾ വരെ ഉണ്ട് അവിടെ, ആ മക്കൾക്ക് ഒരു നേരത്തെ ഫുഡ് ഞാൻ കല്യാണത്തിന്റെ തലേന്ന് രാത്രി ഞാൻ അവിടെ എത്തിച്ചു കൊടുത്ത് 20 വൃദ്ധസദനത്തിൽ അവർ 20 പേരേ ഉള്ളു. ആ 20 അമ്മമാർക്ക് ഞാൻ തലേ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം 20 പേർക്കുള്ള ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുത്തു. അത്രയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഉള്ളതല്ല. പണ്ടേ ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റ് എല്ലാവരും കണ്ണു കാണിക്കാൻ അവിടെ വരും. പക്ഷെ ഞാൻ ആ അപ്പച്ചന് ഒരു നേരത്തെ ഭക്ഷണം ആ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് വിട്ടിട്ടേ ഞാനുള്ളൂ. ഒരു മകൻ മരുന്നിന് വന്നാലും അവന് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷനും മരുന്ന് ഞാൻ ചെയ്തു കൊടുത്തിട്ടേ ഇരുന്നുള്ളൂ. അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം അമ്മയിലോട് അടുത്തപ്പോഴത്തേക്കും എനിക്കത് ഇരട്ടിച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഇനിയും എൻ്റെ ഒരു വലിയ ആഗ്രഹം നടക്കാനുണ്ട്. എൻ്റെ മോളുടെ ഒരു ഗവൺമെൻറ് ജോലി, അത് മാതാവ് അച്ഛൻ ഇവിടെ വന്ന് കണ്ട് എൻ്റെ മോളെ തലതൊട്ടെല്ലാം ചെയ്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാം എഴുതി എൻ്റെ മോള് നിൽക്കുകയാണ്. അതും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളേറ്റ് ഞാൻ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയും. എൻ്റെ തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞ് ഞാനിത് ഇനിയും വരും. എനിക്ക് ഇനിയും വരേണ്ട അവസരമുണ്ട് ഇതുപോലെ സാക്ഷ്യം പറയാനായിട്ട്.